പള്ളിമണി മുഴങ്ങി, വിണ്ണിലതു പരന്നു, ഉള്ളിലുണരുകയായി സ്വർഗീയ സ്തുതിയലകൾ. പള്ളിമണി മുഴങ്ങി, വിണ്ണിലതു പരന്നു, ഉള്ളിലുണരുകയായി സ്വർഗീയ സ്തുതിയലകൾ. ഉണരുണരു പ്രിയജനമേ, അണയൂ വേഗമണയൂ, ഇതാ ഇതാ തിരി തെളിഞ്ഞു, ഗാഗുൽത്തായുടെ വിരി തുറന്നു. ഉണരുണരു പ്രിയജനമേ, അണയൂ വേഗമണയൂ, ഇതാ ഇതാ തിരി തെളിഞ്ഞു, ഗാഗുൽത്തായുടെ വിരി തുറന്നു. പള്ളിമണി മുഴങ്ങി, വിണ്ണിലതു പരന്നു, ഉള്ളിലുണരുകയായി സ്വർഗീയ സ്തുതിയലകൾ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, എല്ലാ സുവിശേഷങ്ങളിലും ഒരുപോലെ വിശദീകരിക്കുന്ന ഒരു അത്ഭുതമാണ് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് കൊടുക്കുന്നതായിട്ടുള്ള അത്ഭുതം. ഇടയൻ്റെ അനുകമ്പ ഏറ്റവും അധികം ജനങ്ങൾ അനുഭവിക്കാനായിട്ട് ഇടവന്ന ഒരു സംഭവമാണത്. നമുക്കറിയാം, അത് കർത്താവിൻ്റെ അടുത്ത് വചനം കേൾക്കുവാനും സൗഖ്യം നേടുവാനും ഒക്കെ ഒത്തിരി പേര് ഒരുമിച്ച് കൂടി അങ്ങനെ ആത്മീയമായിട്ടുള്ള അവരുടെ വിശപ്പുകൾ ശമിപ്പിക്കുവാനായിട്ട് ഈശോനാഥൻ എപ്പോഴും വളരെ വ്യഗ്രത കാണിക്കുന്നുണ്ട്. മാത്രമല്ല, ജനങ്ങളുടെ ശാരീരികമായ വിശപ്പ് കൂടി അമർത്തുവാനായിട്ട്, അത് സംതൃപ്തിപ്പെടുത്തുവാനായിട്ട് ദൈവപുത്രന് അവകാശമുണ്ട്, അല്ലെങ്കിൽ അവനതിനെക്കുറിച്ചും ശ്രദ്ധാലുവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിത്. അത്ഭുതം ഒരു വാച്യാർത്ഥത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ വിശപ്പ് സഹിക്കുന്നവരെ ആ വിശപ്പുള്ളവരായിട്ട് ഈശോനാഥൻ തിരിച്ചയക്കുന്നില്ല, മറിച്ച് അവർക്ക് സംതൃപ്തി നൽകുന്നു. അതിനോടൊപ്പം തന്നെ പങ്കുവയ്ക്കലിൻ്റെ വലിയൊരു സുവിശേഷത്തിൻ്റെ മേന്മ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ കയ്യിലുള്ളത് അത് എത്ര കുറച്ചാണെങ്കിലും അത് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകുമ്പോൾ, കർത്താവിന് മുൻപിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് വലിയ അത്ഭുതമായിട്ട് മാറുന്ന വലിയ സുവിശേഷത്തിൻ്റെ നന്മ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ സ്വാർത്ഥപരമായിട്ട് ആലോചിച്ച് ആ കുട്ടി അതവന് വേണ്ടി മാത്രമായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ വിശപ്പോടുകൂടി മടങ്ങേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇവിടെ താൻ കൊടുക്കാനായിട്ട് തയ്യാറാണ് എന്ന് അറിയിക്കുമ്പോൾ അത് വലിയ അത്ഭുതത്തിന് വഴിതെളിക്കുകയാണ്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കാമായിരുന്ന എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും, സമ്പത്ത് മാത്രമല്ല, സമയം, ആരോഗ്യം, അധ്വാനം, ഇതൊക്കെ ഞാൻ എനിക്ക് വേണ്ടി മാത്രമായിട്ട് വയ്ക്കുമ്പോൾ അതുകൊണ്ട് ഗുണം കിട്ടുന്നത് എനിക്ക് മാത്രമാണ്. എന്നാൽ അത് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അതിലൂടെ സംതൃപ്തരാക്കപ്പെടുന്ന, സഹായം ഏറ്റുവാങ്ങുന്ന ഒത്തിരി പേര് നമുക്ക് ചുറ്റുമുണ്ടാകും. അപ്പോൾ അവരെ കൂടി കാണുവാനായിട്ട് കർത്താവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്വാർത്ഥത വെടിഞ്ഞ് നിഷ്കളങ്കതയും ആശ്രയബോധവും ഒക്കെ നമ്മൾ വളർത്തണമെന്ന് ഈശോ ആഗ്രഹിച്ചുകൊണ്ട് പറയുന്ന ഈ ഒരു ഉപമ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാം. ഒരു കുഞ്ഞിനെയാണ് മാതൃകയായിട്ട് ഈശോനാഥൻ എടുത്തു കാണിക്കുന്നത്. ആ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതയും പങ്കുവയ്ക്കാനുള്ള താല്പര്യവും അതുപോലെ തന്നെ ദൈവാശ്രയബോധവും ഒക്കെ നമ്മളും വളർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ ഭക്തിപൂർവ്വം പങ്കുചേരാം. ഈ ഒരു പങ്കുവയ്പ്പ് ഇല്ലാതെ സ്വാർത്ഥപരമായി ചിന്തിച്ചുകൊണ്ട് എനിക്ക് മാത്രമെല്ലാം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച എല്ലാ നിമിഷങ്ങളിലും നമ്മൾ കർത്താവിൻ്റെ അനുകമ്പയ്ക്കെതിരായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്
കർത്താവിനോടും സഹോദരങ്ങളോടും മാപ്പപേക്ഷിച്ച് ഈ ദിവ്യബലി അർപ്പിക്കാനുള്ള യോഗ്യതയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തുപോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരനെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമൈക്കിതാ നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവൈകശക്തനാം ദൈവമേ താതനമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവസൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവമങ്ങയെ വാഴ്ത്തുന്നു ദൈവത്തിൻ കുഞ്ഞാടേ. താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവമേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു തനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ,
ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങിൽ പ്രത്യാശയർപ്പിക്കുന്നവരുടെ സംരക്ഷകനായ ദൈവമേ, അങ്ങേ കൂടാതെ ഒന്നും സാധ്യമല്ല, വിശുദ്ധവുമല്ല. അങ്ങേ കാരുണ്യം ഞങ്ങളുടെ മേൽ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ നിയന്താവും നായകനുമായ അങ്ങ് വഴി ഇപ്പോൾ നശ്വരമായ നന്മകൾ ഉപയോഗിക്കുന്ന പോലെ അനശ്വരമായവയെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾ പ്രാപ്തരാകുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ നിന്ന്. അക്കാലത്ത് ബാൽശാലിഷായിൽ നിന്ന് ഒരാൾ ആദിഫലങ്ങൾ കൊണ്ടുണ്ടാക്കിയ കുറേ അപ്പവും 20 ബാർലി അപ്പവും കുറേ പുതിയ ധാന്യക്കതിരുകളും സഞ്ചിയിലാക്കി കൊണ്ടുവന്ന് ദൈവപുരുഷന് കൊടുത്തു. അപ്പോൾ എലീശ പറഞ്ഞു, ഇത് അവർക്ക് കൊടുക്കുക, ഇവർ ഭക്ഷിക്കട്ടെ. ഭൃത്യൻ ചോദിച്ചു, 100 ആളുകൾക്കായി ഇത് ഞാനെങ്ങനെ പങ്കുവയ്ക്കും? അവൻ ആവർത്തിച്ചു, കൊടുക്കുക, അവർ ഭക്ഷിക്കട്ടെ. എന്തെന്നാൽ കർത്താവ് അരുളി ചെയ്യുന്നു, അവർ ഭക്ഷിക്കുകയും മിച്ചം വരികയും ചെയ്യും. ഭൃത്യനത് അവർക്ക് വിളമ്പി. കർത്താവ് അരുളി ചെയ്തതുപോലെ അവർ ഭക്ഷിച്ചു, മിച്ചം വരികയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്ന് കൊടുക്കുന്നു, കൈ തുറന്നു കൊടുക്കുമ്പോൾ എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവെ, അവിടുത്തെ എല്ലാ സൃഷ്ടികളും അവിടത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. അങ്ങയുടെ വിശുദ്ധർ അങ്ങയെ വാഴ്ത്തും. അവിടുത്തെ രാജ്യത്തിൻ്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും. അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. എല്ലാവരും അങ്ങയിൽ ദൃഷ്ടി പതിപ്പിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ഠവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, കർത്താവിന് വേണ്ടി തടവുകാരനായി തീർന്നിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുന്ന യോഗ്യതയ ജീവിതമനുസരിച്ച് പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവ്വം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവിൻ. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്തുവാൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടതുപോലെ ഒരു ശരീരവും ഒരു ആത്മാവുമുള്ളത്, ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു സ്നാനമേ ഉള്ളൂ. സകലത്തിലുപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും നമ്മുടെ എല്ലാ പിതാവുമായ ദൈവം ഒരുവൻ മാത്രം. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തിബേരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീലി കടലിൻ്റെ മറുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോട് കൂടെ അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു.
യേശു കണ്ണുകളുയർത്തി ഒരു വലിയ ജനതതി തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ഫിലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്തു ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. ഫിലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിലൊരുവനും ശിമയോൻ പത്രോസിൻ്റെ സഹോദരമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അത് എന്താകാനാണ്? യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അവർക്ക് ഭക്ഷണം വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിനു ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 വലിയ കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവൻ പ്രവർത്തിച്ച അടയാളം കണ്ട ജനങ്ങൾ പറഞ്ഞു, ലോകത്തിലേക്ക് വരാനിരിക്കുന്ന പ്രവാചകൻ സത്യമായും ഇവനാണ്. അവർ വന്ന് തന്നെ രാജാവാക്കാൻ വേണ്ടി ബലമായി പിടിച്ചു കൊണ്ടുപോകാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു വീണ്ടും തനിയെ മലമുകളിലേക്ക് പിന്മാറി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോ ചെയ്ത അത്ഭുതങ്ങൾ കണ്ട് കണ്ണുമിഴിച്ചിരുന്ന ജനങ്ങളും ശിഷ്യന്മാരുമൊക്കെ ഈശോ എന്ന അത്ഭുതത്തെ തിരിച്ചറിയാതെ പോകുന്ന മറ്റൊരു സുവിശേഷ ഭാഗമാണിത്. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ഈശോയിൽ കാണുന്ന പുണ്യമെന്ന് പറയുന്നത് അനുകമ്പ തന്നെയാണ്. അതുകൊണ്ട് തന്നെ വിശക്കുന്നവരെ വെറുതെ പറഞ്ഞയക്കാനായിട്ട് ഈശോ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവരെ കാണുമ്പോൾ തന്നെ ഈശോ ചോദിക്കുന്നു, ഇവരെ എങ്ങനെ ഭക്ഷിക്കാനായിട്ട് ഇവർക്ക് എങ്ങനെ നമ്മൾ കൊടുക്കുമെന്നാണ്. ഈശോയുടെ ആദ്യത്തെ ചിന്ത തന്നെ അതാണ്. ആ ഒരു കാര്യം ഈശോ നേരത്തെ തന്നെ എന്തു ചെയ്യണമെന്ന് തീരുമാനിച്ചിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഈശോയ്ക്ക് ജനക്കൂട്ടത്തോടുണ്ടായിരുന്ന സ്നേഹവും അനുകമ്പയും. അപ്പോൾ ശിഷ്യന്മാരെ പരീക്ഷിക്കാൻ കൂടി ഈശോനാഥൻ ഒരു വലിയ പാഠം അവിടെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ കയ്യിലുള്ളത് എന്തു തന്നെയായാലും, അത് ചെറുതായാലും അത് പങ്കുവയ്ക്കാനായിട്ട് തയ്യാറാകുമ്പോൾ അതിലൂടെ വലിയ അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് ദൈവത്തിന് സാധിക്കുമെന്ന് ഒരിക്കൽ കൂടി ഈശോനാഥൻ പറഞ്ഞു തരുന്ന ഒരു സുവിശേഷ ഭാഗം. നമ്മുടെ ചെറുപ്പകാലത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പങ്കുവയ്ക്കലിൻ്റെ ഏറ്റവും വലിയ പ്രവാചകർ തന്നെയായിരുന്നു. നമ്മുടെ കയ്യിലുള്ളത് ഒരു മിഠായി ആണെങ്കിൽ പോലും അത് കൂട്ടുകാരോട് പങ്കുവയ്ക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുവരാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ അവരെ വിളിച്ച് നമ്മുടെ പാത്രത്തിൽ നിന്ന് ഒരു പങ്ക് ആ പാത്രത്തിൻ്റെ അടപ്പിലോ അല്ലെങ്കിൽ മറ്റൊരു പാത്രത്തിലോ ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ തയ്യാറാകുമായിരുന്നു. എന്നാൽ വളർന്ന് വരുന്നതിനനുസരിച്ച് നമുക്ക് പങ്കുവയ്ക്കാനുള്ള ആ ഒരു മനോഭാവം പതിയെ കുറഞ്ഞു പോകുന്നു. ഇനി ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ കുറഞ്ഞു പോകുമോ എന്നുള്ളൊരു ചിന്ത അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്നിനു പിറകെ ഒന്നായി ഒത്തിരി അപകടങ്ങളുണ്ടായപ്പോൾ നമ്മളൊക്കെ വീണ്ടും ആ ഒരു പങ്കുവെക്കലിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നതായി കാണപ്പെടുന്നു. പ്രത്യേകിച്ച് പ്രളയം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും ആ മലയാളികളുടെ സ്വഭാവം, പങ്കുവയ്ക്കാനുള്ള ആ സ്വഭാവത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പഠിച്ചു. പിന്നീട് ഇങ്ങോട്ട് എല്ലാ വർഷവും കടന്നു വരുന്ന മഹാമാരികളും പ്രശ്നങ്ങളുമൊക്കെ നമ്മളെ വീണ്ടും പങ്കുവെക്കലിൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇല്ലായ്മയുടെ കാലഘട്ടത്തിലും കോടിക്കണക്കിന് രൂപ പോലും ആവശ്യമുള്ള ഓപ്പറേഷനുകൾക്ക് വേണ്ടി മലയാളികൾ, ലോകം മുഴുവനുമുള്ളവർ ഒരുമിച്ച് കൂടി പങ്കുവെക്കലിലൂടെ, അത് ചെറുതാണെങ്കിലും അത് കൊടുത്തു കഴിയുമ്പോൾ പെരുകുന്ന വലിയ അത്ഭുതങ്ങൾ നമ്മളൊക്കെ കാണുന്നുണ്ട്. 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഉണ്ടായ ഒരു സംഭവം എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരികയാണ്. പള്ളിയിൽ നിന്നുള്ള കിറ്റുകൾ വിതരണം ചെയ്യുകയാണ്. അപ്പോൾ കുറച്ച് സ്ഥലത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അറിയാതെയാണ് നമ്മൾ അവരുടെ വീട്ടിലേക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ, ഏതാണ്ടൊരു 2 വീട്ടുകാർക്കുള്ള ഭക്ഷണ സാധനങ്ങളുണ്ടാകും. അതവിടെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏതാണ്ടൊരു കുടുംബ യൂണിറ്റിലുള്ള ആളുകൾ ആ വീട്ടിൽ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇങ്ങനെ കുറച്ച് നേരത്തേക്ക് വർത്തമാനം പറഞ്ഞിരിക്കാനായിട്ട് വന്നതാണെന്ന്. പിന്നീടാണ് അറിഞ്ഞത്
അവിടെയുള്ള വെള്ളം കയറുന്ന സ്ഥലങ്ങളിലുള്ളവരൊക്കെ ഏകദേശം കുറച്ച് പൊക്കമുള്ള ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നിലയുമുണ്ട്. അപ്പോൾ ഏതാണ്ട് 5-6 കുടുംബങ്ങൾക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ അവിടെ ജീവിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ അവർക്ക് കൊണ്ടുകൊടുത്തത് ഒരിക്കലും അത് ഒരു നേരത്തിന് പോലും തികയാത്ത ഒരവസ്ഥ വരും. പക്ഷേ അവർ ചെയ്തൊരു കാര്യം, അവിടെ കൊടുത്തിരുന്ന ആ 2 കിറ്റുകളിൽ 1 കിറ്റ് അപ്പുറത്തുള്ള ഒരു വീട്ടിലേക്ക് അവരെത്തിക്കുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളെക്കാളും ബുദ്ധിമുട്ടിൽ അവരാണ്, കാരണം അവരുടെ വീട്ടിലും ഇതിനേക്കാളധികം അംഗങ്ങളുണ്ട്. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ തികയാത്ത ഒരവസ്ഥയാണ്, പക്ഷെ അത് ഞങ്ങൾ തന്നെ എടുത്തു വെച്ച് ഒരു നേരം അത് കൊടുക്കാം. പക്ഷേ അവർ ചിന്തിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചാണ്. എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത കടന്നു വരുന്നത്, അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ അനുകമ്പയുള്ളവരായിട്ട് മാറുന്നു എന്നാണ് ഇന്നത്തെ സുവിശേഷം പഠിപ്പിക്കുക. അവിടെ കൂടിയിരുന്ന ആളുകളിൽ ഒത്തിരി പേരുടെ കയ്യിൽ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടായിരിക്കാം. നമ്മളൊരു ധ്യാനത്തിന് പോവുകയാണെന്ന് വിചാരിക്കുക. ഒരുപക്ഷേ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കൺവെൻഷനുകളിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം, ചിലപ്പോൾ ഒരു ബിസ്ക്കറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ പലഹാരമായിരിക്കും. അത് നമ്മൾ നമ്മുടെ ബാഗിലോ പേഴ്സിലോ സൂക്ഷിക്കാറുണ്ട്, ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ വിശക്കുകയാണെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ഇവിടെ കൂടിയിരുന്ന 5000-ഓളം പുരുഷന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിൽ കുറച്ച് പേരുടെയെങ്കിലും കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം. പക്ഷേ അതൊക്കെ പങ്കുവെക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഒരു കുഞ്ഞ് അതിന് മുന്നിലേക്ക് വരികയാണ്. എൻ്റെ കയ്യിൽ അമ്മ തന്നുവിട്ട കുറച്ച് അപ്പവും കുറച്ച് മീനുമുണ്ട് എന്ന് പറയാനായിട്ട് ആ കുഞ്ഞ് തയ്യാറാകുമ്പോൾ അവിടെ അത്ഭുതം തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സ്നേഹം നിറഞ്ഞവരെ, കുഞ്ഞുങ്ങളെ ഈശോനാഥൻ പലയിടങ്ങളിലും മാതൃകയായിട്ട് എടുത്തു കാണിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവർക്കാണ് ദൈവരാജ്യമെന്ന് പറയുന്നു. അവരെ തടയേണ്ട, കാരണം അവർ കർത്താവിൻ്റെ മുൻപിൽ അവിടുത്തെ മുഖം കാണുന്നവരാണെന്ന് പറയുന്നു. നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുന്നു. അങ്ങനെ പലയിടങ്ങളിലും ഈശോനാഥൻ മാതൃകയായിട്ട് നമുക്ക് തരുന്നത് കുഞ്ഞുങ്ങളാണ്. പിന്നെ ഈ കുഞ്ഞ് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ പോലെ ദൈവാശ്രയ ബോധമുള്ളവരായിട്ട്, പങ്കുവെക്കലിൻ്റെ മനോഭാവമുള്ളവരായിട്ട് വീണ്ടും മാറുവാനായിട്ട് നമ്മുടെ പഴയ കാല, നമ്മുടെ കുഞ്ഞ് മനസ്സിലേക്ക് ഏറ്റവും ആദ്യം കടന്നു വരുന്ന പങ്കുവയ്പ്പിൻ്റെ നന്മകളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് ഇന്ന് ഈശോയോട് ഈ ബലിയർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോനാഥൻ ചെയ്തത് അത് തന്നെയാണ്. തൻ്റെ ശരീരവും രക്തവും എടുത്ത് നിങ്ങളിതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്ന് പറഞ്ഞ് പങ്കുവയ്ക്കുന്ന ഈശോനാഥൻ. ഓരോ ബലിയിലും സംഭവിക്കുന്നത് അതുതന്നെയാണ്. അപ്പോൾ ഈശോയുടെ ആ വലിയ അനുകമ്പ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിവ്യബലിയിൽ തുടർന്നും പങ്കുചേരാം. പങ്കുവയ്ക്കുമ്പോഴാണ് പെരുകുന്നത് എന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കാഴ്ച സമർപ്പണത്തിലേക്ക് പ്രവേശിക്കാം. അതിന് മുന്നോടിയായിട്ട് നമ്മുടെ വിശ്വാസം ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗ്ഗത്തിലെയും ഭൂമിയിലെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിലും ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തു നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്ന് പുത്രനിൽ നിന്ന് പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരുവാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മുടെ രക്ഷയുടെ രഹസ്യം ആഘോഷിക്കാനായി നാം എല്ലാവരും ഇവിടെ സമ്മേളിച്ചിരിക്കുകയാണല്ലോ. അതിനാൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും ജീവൻ്റെയും നീരുറവയിൽ നിന്ന് ലോകം മുഴുവൻ പാനം ചെയ്യുന്നതിനായി സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് തങ്ങളെ തന്നെ സമർപ്പിച്ചിട്ടുള്ളവരെല്ലാം
അവിടുത്തെ സഹായത്താൽ തങ്ങളുടെ വ്രതപ്രതിജ്ഞ വിശ്വസ്തയോടെ കാത്തുപാലിക്കുവാൻ ഇടവരുത്തണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാ ആപത്തുകളിൽ നിന്നും മോചിതരായി സ്വതന്ത്ര മനസ്സോടെ ദൈവത്തിൻ്റെ പ്രിയജനം അവിടുത്തെ ശുശ്രൂഷിക്കുന്നതിന് അർഹരാകുവാൻ അവരുടെ ഇടയിൽ ശാന്തിയും സമാധാനവും സൗഖ്യവും നൽകണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഏകാന്തതയാലും രോഗത്താലും വളരുന്ന എല്ലാ മക്കളും നമ്മുടെ സഹോദര സ്നേഹത്താൽ ശക്തിപ്പെടുവാൻ ഇടവരുത്തണമെന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഈ നിമിഷം ഓർക്കാം. ഒത്തിരി പേര് നമ്മളോട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുണ്ട്. കൊറോണ ബാധയിൽ വേദനിക്കുന്ന എല്ലാവരെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും ഒക്കെ നമുക്ക് സമർപ്പിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള ഒത്തിരി പേരുണ്ട്. വിദേശത്തും നാട്ടിലുമായിട്ടുള്ളവർ, വിദേശത്തേക്ക് പോകാൻ കഴിയാതെ വിഷമിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും നമുക്ക് ഓർക്കാം. ഈ ദിവസങ്ങളിൽ ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. കുഞ്ഞുമക്കൾക്ക് ജന്മം നൽകാൻ ഒരുങ്ങുന്ന അമ്മമാരെ ഓർക്കാം. പലവിധ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരെ, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഇൻ്റർവ്യൂകളിലൊക്കെ പങ്കെടുക്കുന്നവരെ, മത്സര പരീക്ഷകളിൽ അത് എഴുതി അവരുടെ ഭാവി ജീവിതം സുന്ദരമാക്കാനായിട്ട് പ്രയത്നിക്കുന്നവരെയൊക്കെ നമുക്ക് ഓർക്കാം. ഈ ദിവസങ്ങളിൽ ജന്മദിനങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട്, വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കുന്നവരുണ്ട്. അവരൊക്കെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മിൽ നിന്ന് വേർപിരിഞ്ഞവരുടെ ഓർമ്മ ദിവസങ്ങൾ ഈ ആഴ്ചയിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ജനത്തോടുകൂടെ അങ്ങ് ആയിരിക്കണമേ. അങ്ങേ പ്രചോദനത്താൽ വിശ്വസ്തതാപൂർവം ഞങ്ങൾ യാചിക്കുന്നത് സന്നദ്ധതയാർന്ന അങ്ങയുടെ ഔദാര്യത്താൽ ഞങ്ങൾ നേടിയെടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കാഴ്ച സമർപ്പണം. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ആയിരം കൈത്തിരി അകതാരിലേന്തി ഞങ്ങൾ അണയുന്നു നാഥ നിൻ സവിധേ. ചേർത്തണയ്ക്കുന്നു ഞങ്ങൾ നറുമലരും കാഴ്ചകളും, സ്വീകരിക്കൂ നാഥ സർവസ്വവും. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിരിക്കുന്ന കാണിക്കകൾ സ്വീകരിക്കണമേ. അങ്ങേ കൃപയുടെ ശക്തമായ പ്രവർത്തനങ്ങളാൽ ഈ പരമപരിശുദ്ധ രഹസ്യങ്ങൾ ഞങ്ങളുടെ ലോക ജീവിത രീതികൾ വിശുദ്ധീകരിക്കുകയും നിത്യാനന്ദത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനും നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. സർവേശ്വര പരിശുദ്ധനാം ദൈവമേ, സർവശക്താജകൾ പൂജിതനേ, ക്രിസ്തുനാഥൻ വഴി എങ്ങുമെന്നേരവും ഭക്തിയോടങ്ങേക്ക്
അങ്ങയ്ക്കു നന്ദി ചൊല്ലാം. ആയതു യുക്തവും രക്ഷയേകുന്നതും ന്യായവും തന്നെ ജഗൽ പിതാവേ. ഗാഗുൽത്താമാമല വേദിയിൽ മനുഷ്യ പാപങ്ങളേണ്ടി മൃത്യു വരിച്ചനാഥ, താവക മൃത്യുവേ പ്രഖ്യാപനം ചെയ്തു മേവിടും ഈ ജനം ആർത്തഭക്ത്യാ. തന്നുയർപ്പിങ്കൽ ഉറപ്പായ വിശ്വാസം ഉൾക്കൊണ്ടിവരിതുൽഘോഷിക്കുന്നു. നിൻ വരവങ്ങിനെ പ്രത്യാശയോടിവർ എന്നെന്നും ഈ മണ്ണിൽ കാത്തിരിപ്പൂ. ആകയാലാമോദ വായ്പോടെ വാഴുമാ സ്വർഗീയ ഗായകർ മാലാഘമാ. ദിവ്യപ്രതാപവാ അങ്ങേക്കു നിത്യവും മംഗളം പാടി വണങ്ങിടുന്നു. ആ ദിവ്യഗാനത്തോടൊന്നിച്ചു ഞങ്ങളും ആലപിച്ചിടുന്നു താഴ്മയോടെ. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റിക്കൊടുക്കപ്പെട്ട് സോമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു.
അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭാമക്കളെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെയെല്ലാം സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരിലും ദേശം മുഴുവനിലും കനിയണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. കർത്താവു നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന പ്രത്യാശയോടെ ആലപിക്കാം. സമാധാനം നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്തിൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ ആപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങയുടെ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ,
ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ദൈവത്തിൻ കുഞ്ഞാടിതാ, ലോകത്തിൻ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ ദിവ്യമാം ഈ വിരുന്നിൽ പങ്കുചേരുന്ന നാം അനുഗ്രഹീതർ. കർത്താവേ, അവിടുന്നെൻ ഭവനത്തിൽ വരുവാൻ യോഗ്യത എനിക്കില്ല. അവിടുന്നരുൾ ചെയ്താൽ അതുമാത്രം മതി എൻ്റെ ആത്മാവ് സുഖമാകുവാൻ. ജീവിതത്തിലേക്ക് സംരക്ഷിക്കുമാറാകട്ടെ. എന്നിൽ അലിഞ്ഞു നീ ഞാനായിത്തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ, എന്നെ നീയാക്കി മാറ്റിയിടേണമേ. എന്നിൽ അലിഞ്ഞു നീ ഞാനായിത്തീരുമ്പോൾ, നിന്നിൽ അലിഞ്ഞു ഞാൻ നീയായി തീർന്നിടാം. എത്ര നാളായി കൊതിച്ചിടുന്നു നാഥ, എന്നെ നീയാക്കി മാറ്റിയിടേണമേ. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. എൻ്റെ ഈശോയെ ദിവ്യകാരുണ്യമേ, നിന്നെ കാത്തിരിക്കാം ഞാൻ എൻ്റെ അന്ത്യം വരെയും. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ പുത്രന്റെ പീഡാസഹനത്തിന്റെ നിത്യസ്മാരകമായ ദിവ്യകൂദാശ ഞങ്ങൾ സ്വീകരിച്ചുവല്ലോ. അവർണ്ണനീയമായ സ്നേഹത്താൽ അവിടുന്ന് തന്നെ ഞങ്ങൾക്കു നൽകിയ ഈ ദാനം ഞങ്ങളുടെ രക്ഷയ്ക്ക് ഉപകരിക്കുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ തൊഴിൽ മേഖലകളെയും മക്കളുടെ പഠന മേഖലകളെയും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിച്ച് വിശുദ്ധീകരിച്ച് സംരക്ഷിക്കുമാറാകട്ടെ. ആമേൻ. ക്രിസ്തുവിന്റെ സ്നേഹത്തിലും സന്തോഷത്തിലും നമുക്ക് ജീവിക്കാം. ദിവ്യബലി സമാപിച്ചു. ദൈവത്തിനു നന്ദി. കർത്താവിന്റെ സംരക്ഷണം നിറഞ്ഞ നല്ലൊരാഴ്ച ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.